അതൊരു വീടായിരുന്നു. തലമുറകളായി അവർ പാർത്ത മണ്ണ്. പക്ഷേ ഒരു പ്രഭാതത്തിൽ അവർ അവിടുത്തുകാരല്ലാതായി മാറി. സ്വന്തം വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുമ്പോഴും അവർ അന്യരായി മുദ്ര കുത്തപ്പെട്ടു. അവർ അയൽക്കാരല്ല, മതത്തിൻ്റെ പേരിൽ ശത്രുക്കളായി പ്രഖ്യാപിക്കപ്പെട്ട ഇരകളാണ്. ആൾക്കൂട്ടം ആ വീട്ടിലേക്ക് ഇരച്ചു കയറിയത് നീതി നടപ്പാക്കാനായിരുന്നില്ല, മറിച്ച് പക തീർക്കാനായിരുന്നു. ദൈവത്തിൻ്റെ പേര് വിളിച്ചുകൊണ്ട് അവർ മനുഷ്യനെ വേട്ടയാടി. മകളല്ല, അക്രമി സംഘം തങ്ങളുടെ അധികാരത്തിൻ്റെ അടയാളമായി പിച്ചി ചീന്തിയ ഉടലാണ്. സഹോദരിയല്ല, വർഗീയ ലഹരിയിൽ ആൾക്കൂട്ടം ബലാത്സംഗം ചെയ്ത നിസ്സഹായതയാണ്. വീടിന് തീയിടുമ്പോൾ ഉയർന്ന പുകയിൽ അവരുടെ സ്വപ്നങ്ങൾ മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ മതേതരത്വവും കരിഞ്ഞുപോയി. പ്രാണനു വേണ്ടി ഓടുമ്പോൾ അവർക്ക് പിന്നിൽ ആക്രോശങ്ങൾ മാത്രമായിരുന്നു. അക്രമികളല്ല അവർ, സ്വന്തം ആരാധനാലയങ്ങൾ തകരുന്നത് കണ്ട് നെഞ്ചു പൊട്ടിക്കരഞ്ഞവരാണ്. ഭീരുക്കളല്ല, മതഭ്രാന്തിൻ്റെ വാളുകൾക്ക് മുന്നിൽ തങ്ങളുടെ സ്വത്വം പണയം വെക്കാത്തവരാണ്. ബംഗ്ലാദേശിൻ്റെ തെരുവുകളിൽ ഒഴുകിയത് വെറുമൊരു ന്യൂനപക്ഷത്തിൻ്റെ ചോരയല്ല, മറിച്ച് മനുഷ്യത്വം മരിച്ച ഒരു സമൂഹത്തിൻ്റെ കണ്ണീരാണ്. പെൺകുട്ടികളുടെ നിലവിളികൾ ആ കാറ്റിൽ അലിഞ്ഞുപോയി. ഭയത്തിൻ്റെ നിഴലിൽ ജീവിക്കുന്ന ആ മനുഷ്യർ ചോദിക്കുന്നത് ഒന്നു മാത്രം: ഞങ്ങൾ ജനിച്ച ഈ മണ്ണ് എന്ന് മുതലാണ് ഞങ്ങളുടേതല്ലാതായത്? അഭയാർത്ഥികളല്ല അവർ, സ്വന്തം രാജ്യത്ത് മതഭ്രാന്തന്മാർ തടവിലാക്കിയ പൗരന്മാരാണ്.